ദൈവസന്നിധിയിൽ വെസ്റ്റേൺ കോൺഫറൻസിൻ്റെ സമാപന മിനിറ്റുകളിലേക്ക് ദൈവസന്നിധിയിൽ വരികയാണ്. ഈ പ്രദേശത്ത് വിശ്വസ്തയോടെ കർത്താവിനെ സേവിപ്പാനും ഈ ആത്മീയ പോർക്കളത്തിൽ സുവിശേഷത്തിന് വേണ്ടി നിലകൊള്ളുവാനും ഇവിടെയുള്ള കർത്തൃദാസന്മാരെയും സഭകളെയും ദൈവം ഉപയോഗിക്കുന്ന വഴികൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ കോൺഫറൻസിലേക്ക് എന്നെ ക്ഷണിച്ച ബഹുമാന്യനായ കർത്തൃദാസൻ പാസ്റ്റർ വിക്ടർ ജോർജ് നിങ്ങളുടെ തീരുമാനപ്രകാരം വിവരങ്ങൾ അറിയിപ്പാൻ ഇടയാകുകയും നിരന്തരമായി അദ്ദേഹം എന്നോട് സംസാരിക്കുകയും ക്രമീകരണങ്ങളൊക്കെ ആത്മാർത്ഥമായി ഇതിന് മുൻപിൽ അധ്വാനിക്കുന്ന സഹോദരങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പ്രത്യേക കൃതജ്ഞത ഇത്തവണത്തിൽ ഞാൻ പ്രകാശിപ്പിക്കുന്നു. എയർപോർട്ടിൽ എത്തിച്ചേർന്ന സമയം ബഹുമാന്യനായ പ്രിയ വിൽസൺ ബ്രദർ സ്വീകരിപ്പാൻ എത്തിച്ചേരുകയും അദ്ദേഹം തൻ്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആ കുടുംബം കാട്ടിയ എല്ലാ സ്നേഹത്തിനും കരുതലിനും വിശേഷാൽ കർത്താവിൻ്റെ ദാസിയ പ്രിയപ്പെട്ട കുടുംബം കാട്ടിയ ആത്മാർത്ഥതയ്ക്ക് ദൈവം ഏറിയ മടങ്ങ് അവർക്ക് പ്രതിഫലം നൽകട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ ആത്മീയ ശുശ്രൂഷയിൽ പ്രസംഗകനായി എത്തിച്ചേർന്ന അനുഗ്രഹീതനായ കർത്തൃദാസൻ ഡോക്ടർ മാത്യു അവരുകളോടുകൂടെ ഈ ദിവസങ്ങളിൽ ഒരുമിച്ച് തിരുവഴുത്തുകൾ പങ്കുവയ്ക്കുവാൻ ലഭ്യമായ അവസരം ജീവിതത്തിൻ്റെ ഭാഗമായി കരുതുന്നു. വിവിധ മേഖലകളിൽ കർത്താവിന് വേണ്ടി ത്യാഗപൂർവ്വം നിലകൊള്ളുന്ന അനുഗ്രഹീതരായ കർത്തൃദാസന്മാരുടെ സ്നേഹവും കരുതലും ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ക്രിസ്തീയ ശുശ്രൂഷയിൽ എനിക്ക് മറക്കാൻ കഴിയാത്ത ഒരുപാട് കടപ്പാടുകളുള്ള കുടുംബമാണ് TS എബ്രഹാമിൻ്റെ കുടുംബം. അദ്ദേഹത്തിൻ്റെ മകളെയും കുടുംബത്തെയും ഇവിടെ വന്ന് കാണുവാൻ ഇടയായതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യും. ക്രിസ്തുവിൽ എൻ്റെ വാത്സല്യ സഹോദരൻ പ്രിയ ബിനുവിനോടൊപ്പം ഈ കോൺഫറൻസിൽ പങ്കെടുക്കുവാനിടയായല്ലോ. ഒടുവിലത്തെ സന്ദേശത്തിൻ്റെ ഒടുവിലത്തെ മിനിറ്റുകളിലേക്ക് നമ്മൾ വരികയാണ്. തികച്ചും ഏകാഗ്രതയോടെ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ദൈവമുഖത്തേക്ക് നോക്കാം. ആ വേദപുസ്തകം കരങ്ങളിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും. ആ വേദപുസ്തകം കരങ്ങളിൽ ഉയർത്തിപ്പിടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയുന്നു. ഇതുമായി ഇന്ന് പകൽ ദൈവത്തെ ആരാധിപ്പാൻ കടന്നു വരുവാൻ ദൈവം നമ്മുടെ കാലുകൾക്ക് ബലം നൽകിയതോർത്ത്, നമ്മുടെ അധരങ്ങൾക്ക് ആരാധിപ്പാൻ ശക്തി നൽകിയതോർത്ത് നമുക്ക് ദൈവത്തെ ശബ്ദം ഉയർത്തി മഹത്വപ്പെടുത്താം. നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽ ഇവിടെയുണ്ട്. തികച്ചും ഏകാഗ്രതയോടെ നമുക്ക് കർത്തൃവചനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ നമ്മുടെ ചിന്തകൾ തുടർന്നുകൊണ്ടിരുന്നത്. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 36, 37, 38 വാക്യങ്ങളിലൂടെ വായിച്ചുകൊണ്ട് ഈ ഉപസംഹാര സന്ദേശം എൻ്റെ വാക്കുകൾ ഞാൻ അത് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. 2 വേദഭാഗങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 36, 37, 38 വാക്യങ്ങൾ. ആദ്യമായി കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 29-ാമത് വാക്യം നമുക്ക് വായിക്കാം. പെട്ടെന്ന് വായിക്കാൻ സഹായിക്കും. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 36, 37, 38 വാക്യം. ആ നാളും നാഴികയും സംബന്ധിച്ചോ എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടി അറിയുന്നില്ല. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവിലും ആകും. ജലപ്രളയത്തിന് മുൻപുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചു, വിവാഹം കഴിച്ചു, വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെ ആകും. ആ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കാട്ടെ. ഈ ഒടുവിലത്തെ സന്ദേശത്തിന്റെ സമയത്തിന്റെ പരിമിതി എനിക്കറിയാം. എങ്കിലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഒരുമിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്ന ഭാഗം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുവാൻ ഇടയാകട്ടെ. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തേണ്ടതിന്
എന്റെ മുൻപിലിരിക്കുന്ന സദസ്സിനെ ഒരു നാൾ ന്യായാസനത്തിന് മുൻപിൽ പ്രതിഫല വിഭജന ദിനം പ്രതിഫലങ്ങൾ ഏറ്റുവാങ്ങിയവരായി കാണത്തക്ക വിധം ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഉള്ളിൽ തുടിക്കുന്ന അദമ്യമായ ലക്ഷ്യം എന്ന് ധന്യനായ പൗലോസ്ലീഹ ഓർപ്പിക്കുകയാണ്. ഒന്നാമത്തെ ഭാഗത്ത് നമ്മൾ ചിന്തിച്ചു, ക്രിസ്തുവിന്റെ വിശിഷ്ട സ്വഭാവം, പ്രാർത്ഥനയുടെ ശൈലി ഒക്കെ പുലർത്തുന്ന ഒരു തികവിന്റെ അനുഭവം. ദൈവത്തിന് സ്തോത്രം. അടുത്ത സ്റ്റെപ്പിൽ ക്രിസ്തുവിന്റെ സ്വഭാവം കുടുംബജീവിതത്തിൽ, വ്യക്തിബന്ധങ്ങളിലൊക്കെ പുലർത്തുന്ന ഒരു വ്യതിയാനം. സ്തോത്രം. എല്ലാത്തിനും കുറ്റം പറയുന്ന ചില കുടുംബസ്ഥരുണ്ട്. എല്ലാത്തിനും അവർക്ക് കുറ്റമേ വരത്തുള്ളൂ. അത്തരം വിഷയങ്ങളൊക്കെ നിങ്ങളുടെ കുടുംബത്തെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ വിടുതൽ പ്രാപിച്ച് ഇന്ന് പകൽ പുറത്തു വന്ന് ഈ ശുശ്രൂഷ കഴിയുമ്പോൾ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ക്രിസ്തുവിന്റെ സ്വഭാവം മുഴുവൻ പ്രതിഫലിപ്പിക്കണം. കർത്താവിന് സ്തോത്രം. ഒരിക്കൽ ഞങ്ങളുടെ വീടിന്റെ ഭാഗത്തൊരു മനുഷ്യൻ ഒരു വീടിന്റെ പിന്നാമ്പുറത്തൂടെ പശുവിനെ തീറ്റി നടക്കുകയാണ്. ആ സമയത്ത് ജനലിൽ കൂടെ പാത്രവും സ്പൂണും ഒക്കെ ഇങ്ങനെ പറന്നു പോകുന്നു. അകത്തോട്ട് കയറി ചെല്ലാൻ ഫ്രണ്ടിലത്തെ ഡോർ തുറന്നു കിടക്കുക ആയതുകൊണ്ട് പെട്ടെന്ന് മുകളിലോട്ട് കയറി ചെന്നപ്പോ അമ്മാമ്മ ചൂലും കൊണ്ട് നിൽക്കുക. അച്ചായൻ കാശാവും മുട്ടു ഒരു കൊച്ചു വടിയൊക്കെ കൈ പിടിച്ചുകൊണ്ട് രണ്ടും കൂടെ അങ്ങോട്ട് ചെറഞ്ഞടുക്കുക. അപ്പോ ഈ കയറി ചെന്ന ആള് പറഞ്ഞു, നിക്ക് എന്താ പ്രശ്നമെന്ന് പറ, പരിഹാരം ഞാൻ ഉണ്ടാക്കി തരാം. ഉടനെ അമ്മാമ്മ പറഞ്ഞു, പശുവിനെ കറന്നു കിട്ടുന്ന പാല് മുഴുവൻ മിൽമായിൽ കൊടുക്കണമെന്നാണ് ഇങ്ങനെ പറയുന്നത്. പിള്ളേർക്ക് കൊടുത്തതിന് ശേഷം ബാക്കി മാത്രം കൊടുത്താൽ മതിയെന്നാണ് എന്റെ ബലമായ അഭിപ്രായം. ഉടനെ അച്ചായൻ പറഞ്ഞു, അല്ല മിൽമായിൽ കൊടുത്തില്ലെങ്കിൽ എവിടുന്ന് പൊടിപ്പൊടിയും പിണ്ണാക്കും വാങ്ങിക്കാനുള്ള പൈസ ഉണ്ടാകുമെന്ന് പറ. ഉടനെ ഈ വന്ന അച്ചായൻ പറഞ്ഞു, നിക്ക് പ്രശ്നം ഞാൻ പരിഹരിച്ചു തരാം. ഇപ്പൊ എത്ര ലിറ്റർ പാല് പശുവിന് കിട്ടുന്നുണ്ട്? രണ്ടും കൂടെ കണ്ണി നോക്കിച്ച് പറയുക, ഇതുവരെ വാങ്ങിച്ചിട്ടില്ല, ആലോചിക്കുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ വാങ്ങിക്കാൻ പോകുന്ന പശുവിന്റെ കിട്ടാൻ പോകുന്ന പാലിനെ കേന്ദ്രീകരിച്ച് ആലോചിക്കുമ്പോഴേ തുടങ്ങി ഇവിടെ. ഇത് പശുവിന്റെ കാര്യമാണെങ്കിലും നിങ്ങളുടെ കുടുംബത്തെ തകർക്കുന്ന വിഷവിത്തുകളെ കണ്ടെത്താൻ നിങ്ങളുടെ കണ്ണുകൾ ഉയരണം. ക്രിസ്തുവിൽ തികഞ്ഞ ഒരു കുടുംബജീവിതം. അടുത്തത് അതിപ്രധാനമായി നമ്മൾ ഒരു ദിവസം ന്യായാസനത്തിന് മുൻപിൽ നിൽക്കണം. ഇന്ന് പകൽ അതിനുവേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണം. നാം ഒരു യുഗത്തിന്റെ അന്ത്യത്തിലേക്ക്, കാലത്തിന്റെ ഒടുവിലത്തെ ദിവസങ്ങളിലേക്ക് അതിവേഗം ഓടിയെടുക്കുകയാണ്. അടുത്ത വെസ്റ്റേൺ കോൺഫറൻസ് നടക്കുന്നതിന് മുൻപ് എന്റെ കർത്താവ് ആകാശമേഘങ്ങളിൽ വന്നിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്ന ഒരു പറ്റം ദൈവമക്കളാണ്. ഇന്ന് പകൽ ഇവിടെ ഇരുന്ന് കർത്താവിനെ ആരാധിക്കുന്ന പ്രിയപ്പെട്ടവരെങ്കിൽ നമ്മൾ ഇന്ന് പകൽ പിരിയുന്നത് വെറുതെയുള്ള ശബ്ദത്തോടെയല്ല. അടുത്ത കോൺഫറൻസിൽ നമ്മൾ ഒന്നിച്ച് കാണും മുൻപ് നമ്മുടെ കർത്താവ് വന്നാൽ നമുക്ക് ആകാശമേഘങ്ങളിൽ ഒരുമിച്ച് കാണണം. സ്തോത്രം. ഇന്ന് പകൽ സമയം പറയട്ടെ, ആ ചിന്തയോടെ പിരിയത്തക്ക വിധം ദൈവാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളോട് ഇടപെടട്ടെ എന്ന് ഞാൻ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. ഈ അന്ത്യ കാലഘട്ടത്തിന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നൽകിയിരിക്കുന്ന ശ്രദ്ധേയമായ ഒരു പരാമർശനത്തിലേക്ക് വളരെ ചുരുങ്ങിയ മിനിറ്റുകൾ ഞാനിവിടെ പറയുന്ന കാര്യം എന്താണെന്ന് നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ പതിയണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ചിന്തയെ ആ ഭാഗത്തേക്ക് ശാന്തമായി ക്ഷണിച്ചുകൊണ്ട്, ഈ പ്രസംഗം നിങ്ങളുടെ ഉള്ളിൽ പതിയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്റെ പുനരാഗമനത്തെ കുറിച്ച് പഠിപ്പിച്ചു വരുന്ന സമയം കർത്താവ് പഠിപ്പിക്കുന്ന ഏറ്റവും ഗൗരവമേറിയ വേദഭാഗം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ബഥാനിക്കും ബത്ഭാഗയ്ക്കും ഇടയിൽ നിന്ന് ഒരു കഴുതമേൽ കയറി യെരൂശലേമിലേക്ക് ചെല്ലുകയാണ്. യെരൂശലേം ദൈവാലയത്തിലെ അശുദ്ധിക്കെതിരെ ചാട്ടവാർ പ്രയോഗം നടത്തുവാൻ കരങ്ങളിൽ ചാട്ടവാർ എടുത്തതോടുകൂടെ ദേവാലയ അധികാരികൾ അവനെ പുറത്താക്കി. കരങ്ങിയ കണ്ണുകളോടുകൂടെ ദേവാലയത്തോട് അവൻ വിട പറഞ്ഞതിന് ശേഷം ദേവാലയത്തിന്റെ പടിഞ്ഞാറേ ചരിവിൽ ഉയർന്നു നിൽക്കുന്ന ഇത്രയും ദൈവമക്കൾ ഇവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരവെങ്കിൽ കിഴക്ക് പടിഞ്ഞാറായി പൊട്ടിക്കീറുന്ന ഭാഗ്യകാലമോർത്ത് നമ്മുടെ തലമുറയിൽ തല ഉയർത്തി നിൽക്കുന്ന ഒലിവുമലയുടെ മുകൾ പരപ്പിലേക്ക് കർത്താവ് തന്നെ ശിഷ്യന്മാരും കൂടെ ഒരുമിച്ച് നടന്നു നീങ്ങുന്ന രംഗം AD 30 ഏപ്രിൽ മാസം 4-ാം തീയതി ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്ന ആ ദിവസം കർത്താവ് തന്നെ ശിഷ്യന്മാരുമായി ഒരുമിച്ച് ഒലിവുമലയുടെ മുകൾ പരപ്പിലേക്ക് പോകുന്നു. കർത്താവ് ദേവാലയത്തിന്റെ സൗന്ദര്യത്തെ കണ്ടുകൊണ്ട് പുകഴ്ത്തിയ തന്റെ ശിഷ്യവൃന്ദങ്ങളുടെ മുൻപിൽ കൊടുത്ത മറുപടി ഇതാണ്: ഇതൊക്കെയും കാണുന്നില്ലയോ? കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നു പോകുന്ന കാലം വരും. ഞാനൊരു വസ്തുത പറയട്ടെ. പുറത്തെ ഭംഗി കണ്ട് മാർക്കിട്ടവരുടെ നടുവിൽ അകത്തെ പാപം കണ്ട് ന്യായവിധി കൽപ്പിച്ച യേശുവിന്റെ കണ്ണുകൾ നമ്മുടെ നടുവിൽ ചുറ്റിത്തിരിയുന്നതിനാൽ എന്റെ നാഥന് പുറത്തെ ഭംഗിയല്ല വലുത്, അകത്തെ വിശുദ്ധിയാണെന്ന് മറക്കരുത്. പുറത്തെ ഭംഗിയേക്കാൾ അകത്തെ വിശുദ്ധി തിരിച്ചറിയുന്ന യേശു. സ്തോത്രം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വരാൻ തുടങ്ങുന്ന ദുരന്തത്തെ കുറിച്ച് പറഞ്ഞ വേളയിൽ ഉദ്യോഗഭരിതരായ ശിഷ്യന്മാർ തന്റെ അടുക്കൽ വന്നു. കർത്താവിനോട് ചോദിക്കുക, ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവ് അതെപ്പോൾ സംഭവിക്കും?
നിന്റെ വരവിനും ഈ യുഗത്തിന്റെ അവസാനത്തിന്റെയും അടയാളം എന്താണ്? വസ്തുതകളെ ചരിത്രവുമായി ചേർത്തിണക്കിക്കൊണ്ട് കർത്താവ് പറഞ്ഞിട്ട് ഒരു പ്രത്യേക കാലത്തെ കുറിച്ച് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ പുനരാഗമനം സംഭവിക്കുന്നതിന്റെ സമയം, കാലം എങ്ങനെയായിരിക്കും എന്ന് ഞാൻ വിവേചിക്കാം. അതിന്റെ നാളും നാഴികയും ദിവസവും മണിക്കൂറും അജ്ഞാതമാണ്. ദിവസവും മണിക്കൂറും മഹാദൈവത്തിന്റെ തിരുഹൃദയത്തിൽ മറച്ചു വയ്ക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ അതിന്റെ സീസൺ, അതിന്റെ കാലം ഞാൻ നിങ്ങളോട് പറയാം. ഏതാണ് അതിന്റെ കാലം? മാനവ ചരിത്രത്തിൽ നടന്ന ഒരു മഹാദുരന്തത്തിന്റെ കാലം, അതിന്റെ സംസ്കാരം ചരിത്രത്തിൽ ആവർത്തിക്കുന്ന കാലം വരും. എന്താണ് ആ കാലഘട്ടം? നോഹയപ്പച്ചനോട് ദൈവം പറഞ്ഞു, ഒരു പെട്ടകമുണ്ടാക്കാൻ, ഒരു പത്തേമാരി ഒരു കപ്പലുണ്ടാക്കാൻ പറഞ്ഞു. ആ പെട്ടകമുണ്ടാക്കി 450 അടി നീളമുള്ള 75 അടി ഉയരമുള്ള ആ വലിയ ആകാശ അതെ കപ്പൽ, വലിയ പെട്ടകമുണ്ടാക്കി. പട്ടിയും പൂച്ചയും എരുമയും എലിയും പുലിയും കോഴിയും കുറുക്കനും ഒക്കെ ക്യൂ നിന്ന് പെട്ടകത്തിൽ കയറി. എനിക്ക് അത്ഭുതം തോന്നിയ കാര്യം, എടാ, 4 കാലി പലതും കേറിയിട്ടും ഈ 2 കാലി പലതും കേറിയില്ലല്ലോ. നാട്ടുകാരെ മുഴുവൻ കയറ്റിയതിന് ശേഷം അങ്ങേരതിനകത്ത് ഇല്ലാതെ പോയാൽ അതിനേക്കാട്ടിൽ കഷ്ടം മറ്റൊന്നുമില്ലല്ലോ. നാട്ടുകാരൊന്നും കേറിയില്ലെങ്കിലും വീട്ടുകാർ അതിനകത്തുണ്ടായിരുന്നല്ലോ. ഇന്ന് പകൽ സമയം നാട്ടുകാരൊന്നും കൃപയിലില്ലെങ്കിലും ഞാനും എന്റെ മക്കളും ദൈവസന്നിധിയിൽ കാണണമെന്ന് കൊതിക്കുന്ന ഒരുപറ്റം ദൈവമക്കളെ ദൈവാത്മാവിടെ പ്രതീക്ഷിക്കുന്നു. കർത്താവിന് സ്തോത്രം. ആകാശത്തിന്റെ ഉറവകളെ ദൈവം തകർത്തു. 2 ജലശേഖരങ്ങളെ ദൈവം തകർത്തു. ഒന്ന്, ആകാശത്തിന്റെ ജലശേഖരത്തെ ദൈവം തകർത്ത് പ്രളയജലം താഴേക്ക് ഇറങ്ങി. ഭൂഗർഭ ജലയറയെ ദൈവം തകർത്ത് പ്രളയജലം മുകളിലേക്ക് ഇരമ്പി പൊങ്ങി. അത്യുഗ്രമായ കൊടിയ പെരുമഴയ്ക്കകത്ത് ഈ പെട്ടകം യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതട മേഖലയിൽ ഉയരാൻ തുടങ്ങി. ഉയർന്ന് അവിടെ നിന്ന് ഏതാണ്ട് 500 മൈൽ അപ്പുറത്ത് ടർക്കിയുടെ അതിർത്തിയിൽ ഇറാഖിന്റെ ബോർഡറിലൂടെ ഉയർന്നിൽക്കുന്ന 16,950 അടി ഉയരത്തിൽ വർഷത്തിന്റെ 9 മാസം മഞ്ഞു മൂടി നിൽക്കുന്ന അറാറാത്ത് പർവ്വതത്തിന്റെ ഉച്ചിയിൽ ചെന്ന് പെട്ടകം ഉറച്ചു. അതിൽ നിന്ന് നോഹയും കുടുംബവും പുറത്തു വന്നതൊരു യാഥാർത്ഥ്യമാണെങ്കിൽ ആ കാലം ചരിത്രത്തിൽ ആവർത്തിക്കുന്ന കാലമായിരിക്കും. കൃപ ലഭിച്ച ദൈവമക്കൾ കണ്ണുയർത്തി കാണുക യേശുവിന്റെ മടങ്ങി വരവിന്റെ കാലം. എന്താണ് നോഹയുടെ കാലം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? മോട്ടിലാൽ നെഹ്റുവിന്റെ കാലം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? സ്വാമി വിവേകാനന്ദന്റെ കാലം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഇന്ദിരാഗാന്ധിയുടെ കാലം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഇന്ദിരാഗാന്ധിക്കല്ല പ്രസക്തി, മോട്ടിലാൽ നെഹ്റുവിനല്ല പ്രസക്തി, സ്വാമി വിവേകാനന്ദനല്ല പ്രസക്തി. അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിന്റെ സംസ്കാരത്തിനാണ് പ്രസക്തി. അങ്ങനെയാണെങ്കിൽ യേശുവിന്റെ പുനരാഗമനം സംഭവിക്കുമ്പോൾ കാലം എങ്ങനെയായിരിക്കും? നിങ്ങൾ ശ്രദ്ധിക്കുക. ആ കാലം നോഹയുടെ കാലത്തിന്റെ അതേ സംസ്കാരം ചരിത്രത്തിൽ തിരിച്ചു വരും. ഇന്ന് കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. തികച്ചും ഏകാഗ്രതയോടെ നിങ്ങൾ ശ്രദ്ധിക്കണേ. നോഹയുടെ കാലത്തിന്റെ സംസ്കാരം തിരിച്ചു വരുമെന്ന് പറഞ്ഞാൽ നോഹയുടെ കാലം എന്താണ് നിങ്ങൾ തിരിച്ചറിയണം. സ്തോത്രം. അതറിയണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. വേഗം വരാം, ചില മിനിറ്റുകൾ കൊണ്ട് അവസാനിപ്പിക്കണം. ഉൽപ്പത്തി പുസ്തകം 4-5 അധ്യായത്തിലേക്ക് പറഞ്ഞു. ഞാൻ ഈ ഭാഗമൊക്കെ പണ്ട് വായിച്ചപ്പോൾ എനിക്ക് ആകെ സംശയം തോന്നി. കാരണം ഒന്നറിയാമോ, ജനിപ്പിച്ചു എന്നൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടപ്പോ ഞാൻ മനസ്സിൽ ചിന്തിച്ചാൽ ഇതിനെക്കാട്ടും നല്ലതുപോലെ ടെലഫോൺ ഡയറക്ടലി വായിക്കുന്നതാണെന്ന്. സ്തോത്രം. കാര്യം ഈ ജനിപ്പിച്ചു എന്നുള്ളത് എഴുതിയിരിക്കുന്നത് കണ്ടാൽ എന്താ അതിനകത്ത് മനസ്സിലാക്കാനാ? പക്ഷെ ബൈബിൾ ആഴത്തിൽ പഠിച്ചപ്പോഴാണ് യേശുവിന്റെ ഒരു വാക്കിന്റെ പ്രസക്തി ഗ്രഹിക്കാൻ പറ്റും. എന്നറിയാം യേശു ഒരു വാക്കിന്റെ പ്രസക്തി? ദൈവത്തിന്റെ സ്തോത്രം. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുമ്പോഴും സകലതും നിവർത്തിയാകുന്നത് വരെ ഈ വചനത്തിൽ നിന്ന് ബാക്കി ഒരു വള്ളിയെങ്കിലും, അങ്ങനെയാണെങ്കിലും എന്റെ മലയാള ഭാഷ ചേർത്ത് പറയട്ടെ, വള്ളി പുള്ളി വിസർഗ വ്യംഗ്യ ചമൽക്കാരാദികൾ പോലും ദൈവാസ്തിക്യത്തോട് ബന്ധപ്പെട്ട് കടപ്പാടുള്ള ഒരു പുസ്തകം നമ്മുടെ കയ്യിലുള്ള ദൈവത്തിന്റെ വചനമാണ്. കർത്താവിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തെ ജീനിയോളജി പോലും ദൈവിക പദ്ധതികൾ ഒരുക്കി വെച്ചിരിക്കുക. നമുക്ക് പെട്ടെന്ന് വരാം. നോഹയുടെ കാലത്തിന്റെ സംസ്കാരം എന്തായിരുന്നു? നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് ഒന്ന് വരണം. വേഗം നിങ്ങൾ പെട്ടെന്ന് വരിക. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നിങ്ങൾ വന്നിട്ട് അതിന്റെ 4-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങൾ 2 ജീനിയോളജികളെ ഒന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ച് അവസാനിപ്പിക്കാം. ശ്രദ്ധിച്ച് കേൾക്കുക. അത് നിങ്ങളുടെ ബൈബിളിൽ ഒന്ന് വരയിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 2 ജീനിയോളജി. നോഹയുടെ കാലം. നമുക്കറിയാം നോഹയുടെ അപ്പനാരാണ്. സൺഡേ സ്കൂൾ അല്ലെങ്കിലും നിങ്ങൾക്ക് ആ വിഷയം മനസ്സിലൊന്ന് ഉറക്കാൻ. നോഹയുടെ അപ്പനാരാണ്? ലാമേക്ക്. ലാമേക്കിന്റെ അപ്പനാരാണ്? ലാമേക്കിന്റെ അപ്പൻ മെഥൂശലേഖ്. മെഥൂശലേഖിന്റെ അപ്പനാരാണ്?
ഹാനോക്ക്. അപ്പോൾ ഹാനോക്കിന്റെ മകനാണ് മെതുശലേഖ്, മെതുശലേഖിന്റെ മകനാണ് ലാമേക്ക്, ലാമേക്കിന്റെ മകനാണ് നോഹ. നോഹയുടെ കാലത്താണ് പ്രളയം ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ നോഹയുടെ കാലഘട്ടത്തിൽ സംസ്കാരം എങ്ങനെയായിരുന്നു എന്നറിയണമെങ്കിൽ ഹാനോക്കിന്റെ കാലഘട്ടത്തിലെ സംസ്കാരം എന്താണെന്ന് പഠിക്കണം. അത് പഠിക്കണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിലെ ജീനിയോളജി വന്നു നിൽക്കുന്ന രംഗം ഗ്രഹിക്കണം. നമുക്കറിയാം, ആദ്യത്തെ അപ്പൻ ആദം. ആദമിന് 2 മക്കൾ. ആരൊക്കെ? കായിനും ഹാബേലും. അതിൽ ഒരുത്തനെ കൊന്നു. ആര്? കായിൻ ഹാബേലിനെ കൊന്നു. അപ്പോൾ കായിൻ മാത്രം നിലവിലുണ്ട്. കായിന്റെ തലമുറകൾ തുടരുകയാണ്. വേഗം ഒന്ന് വായിച്ചാട്ടെ, 4:16 മുതൽ പെട്ടെന്ന് പറഞ്ഞു. അങ്ങനെ കയീൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഏദന് കിഴക്ക് നോദ് ദേശത്ത് എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ചോട് വായിക്കാം. കയീൻ തന്റെ ഭാര്യയെ പരിഗ്രഹിച്ചു, അവൾ ഗർഭം ധരിച്ചു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ആദ്യത്തെ അപ്പൻ ആദം, ഒന്ന് ആദമിന്റെ മകൻ കായീൻ, കായീന്റെ മകൻ ഹാനോക്ക്. പെട്ടെന്ന് വായിച്ച സിസ്റ്റർ, പെട്ടെന്ന് വായിച്ചാട്ടെ. അവനൊരു പട്ടണം പണിതു, ഹാനോക്ക് എന്ന തന്റെ മകന്റെ പേരിട്ടു. വായിച്ചാട്ടെ. ഹാനോക്കിന് ഈരാദ് ജനിച്ചു, ഈരാദ് മെഹുയേലിനെ ജനിപ്പിച്ചു, മെഹുയേൽ മെതുശേലിനെ ജനിപ്പിച്ചു, മെതുശേൽ ലാമേക്കിനെ ജനിപ്പിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കണേ, ആദമിന്റെ മകൻ കായീൻ, കായീന്റെ മകൻ ഹാനോക്ക്, ഹാനോക്കിന്റെ മകൻ ഈരാദ്, ഈരാദിന്റെ മകൻ മെഹുയേൽ, മെഹുയേലിന്റെ മകൻ മെതുശേൽ, മെതുശേലിന്റെ മകൻ ലാമേക്ക്. ഇവിടെ ആദാം മുതൽ 7-ാം ജനറേഷനിൽ കാര്യം വന്നു നിൽക്കുന്നു. ഇനി മറ്റൊരു 7-ാം ജനറേഷൻ യൂദയുടെ ലേഖനം 15-ാം വാക്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ആദാം മുതൽ 7-ാമനായ ഹാനോക്ക്, അവരെ കുറിച്ച്. അങ്ങനെയാണെങ്കിൽ ആദാം മുതൽ കൊല്ലപ്പെട്ട മകന്റെ സ്ഥാനത്ത് ദൈവം നൽകിയ ശേത്തിലൂടെ ഒരു 7-ാം തലമുറ രംഗത്ത് വന്നു. അവനാണ് ഹാനോക്ക്. ഹാനോക്കിനൊരു മകൻ ജനിച്ചു, അവനാണ് മെതുശലേഖ്. മെതുശലേഖിനൊരു മകൻ ജനിച്ചു, അവനാണ് ലാമേക്ക്. ലാമേക്കിനൊരു മകൻ ജനിച്ചു, അവനാണ് നോഹ. അങ്ങനെയാണെങ്കിൽ ആദം മുതൽ കായീനിലൂടെ 7-ാം തലമുറയിൽ ഒരു ലാമേക്ക്. ശ്രദ്ധിക്കൂ, ആദം മുതൽ കായീനിലൂടെ പിശാചിന്റെ സന്തതിയായ ചെകുത്താന്റെ സന്തതിയായ കായീനിലൂടെ 7-ാം തലമുറയിൽ ഒരു ലാമേക്ക്. ആദം മുതൽ കൊല്ലപ്പെട്ട സ്ഥാനത്ത് ദൈവം നൽകിയ ശേത്തിലൂടെ 7-ാം തലമുറയിൽ ദൈവത്താൽ മാനിക്കപ്പെട്ട ഉടലോടെ എടുക്കപ്പെട്ട ഹാനോക്ക്. ഈ ലാമേക്കിന്റെ കുടുംബ പശ്ചാത്തലം നോക്കിയാൽ നോഹയുടെ കാലഘട്ടത്തിന്റെ സംസ്കാരം അറിയാം. എന്താ നാം വായിച്ചത്? നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവിലുമാകും. അങ്ങനെയാണെങ്കിൽ ലാമേക്കിന്റെ കാലം സംസ്കാരത്തിലേക്ക് പോയി വായിച്ചത് കണ്ടോ? ഒരു ഭാര്യയെ പോരാ, 2 എണ്ണത്തെ വേണം. പലരും പറയുന്ന ഒരെണ്ണത്തെ തന്നെ പോറ്റാൻ ബുദ്ധിമുട്ടായി, 2 എണ്ണത്തെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു? ഒരു കാര്യം യാഥാർത്ഥ്യമാണ്, കുടുംബ ജീവിതത്തിന്റെ അടിത്തറ തകർന്നു. സ്തോത്രം. ഇതുവരെ കുടുംബ ജീവിതത്തിൽ ഏക ഭാര്യാവൃതം, ഇപ്പോൾ ബഹുഭാര്യത്വത്തിലേക്ക് നീങ്ങി എന്ന് പറഞ്ഞാൽ കുടുംബ ജീവിതത്തിന്റെ അടിത്തറ തകർന്നു. എന്നിട്ട് വായിച്ചാട്ടെ വേഗം. അവിടെ പേര് കേട്ടോ, ഒരുത്തിയെ കല്യാണം കഴിച്ച അവിടെ പേര്, ആദ്യത്തെ കല്യാണമാണ്, കല്യാണം കഴിച്ചു, അവിടെ പേര് ആദാ. ആദാ എന്ന പേരിന്റെ അർത്ഥം അഡോൺ, അലങ്കൃത എന്നാണ്. അവൾ വയാ ബ്യൂട്ടി പാർലർ വഴിയാ. സ്തോത്രം. അവൾ അലങ്കൃതയാ. അടുത്ത വാദ്യം സില്ല, ചുങ്കളിങ്, തിളങ്ങുന്ന, നിഴൽ വീഴ്ത്തുന്ന, സ്വാധീന ശക്തിയുള്ള. ബൈബിളിലെ പേരുകൾക്ക് അർത്ഥമുണ്ടെന്ന്. ബൈബിളിലെ പേരുകൾ ആദാം ചുവന്നവൻ, കായീൻ കുന്തം, ഒക്കെ ബൈബിളിലെ പേരിന്റെ അർത്ഥമുണ്ട്. ഇതുപോലെ ആദാ അലങ്കൃത, അലങ്കൃത, അത് സില്ല, തിളങ്ങുന്ന. അങ്ങനെയാണെങ്കിൽ ഒരുത്തി ഇറങ്ങി വരുന്നു അലങ്കൃത, അവളെ കൂടെ കൊണ്ടുവന്ന് കുറച്ചുനാൾ കഴിഞ്ഞപ്പോ പുള്ളിക്ക് പോരാ. അപ്പൊ വരുന്നു തിളങ്ങുന്നവൻ, അഡ്ജസ്റ്റ് ചെയ്ത് 2-നെയും കൂടെ കൂട്ടി. അങ്ങനെയാണെങ്കിൽ ആ കാലത്തെ സ്ത്രീ സംസ്കാരം എന്തായിരുന്നു? നോഹയുടെ കാലം പോലെ തന്നെ എന്ന് പറഞ്ഞാട്ടെ. എന്തായിരുന്നു ആ കാലത്തെ സ്ത്രീ സംസ്കാരം? സ്വന്തം ശരീരത്തെ വിശുദ്ധമല്ലാതെ അവതരിപ്പിച്ചുകൊണ്ട് പരപുരുഷന്മാരുടെ ഹൃദയത്തിൽ ചേക്കേറത്തക്ക വിധം സ്ത്രീ സൗന്ദര്യം കച്ചവട ചരക്കാകുന്ന കാലം. സ്തോത്രം പറയാൻ ഒത്തിരി പേരൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. മോഹിക്കേണ്ടതിന് സ്ത്രീയെ നോക്കുന്നവനെല്ലാം അവളോട് വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു എന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു എന്ന പ്രമാണം കയ്യിലിരിക്കെ എന്റെ അപ്പോ എങ്ങനെ ഇതിനകത്ത് കയറിപ്പറ്റിയെന്ന് അറിയില്ല.
അത്ര പലതും വലിച്ചു കയറ്റിയിട്ട് അമ്പോ എങ്ങനെ ഇതിനകത്ത് കയറിപ്പറ്റി അപ്പോ എന്ന് പരമാർത്ഥികൾ തലകുലുക്കി ചിന്തിക്കത്തക്ക വിധത്തിൽ ഇരിക്കുമ്പോ കയ്യും ആട്ടി കാലും ഒക്കെ ആട്ടി തലയൊക്കെ കുലുക്കി മുൻപോട്ട് പോകുന്ന ചില അസുര വിത്തുകളെ കാണുമ്പോൾ കായീന്റെ സന്തതി എന്നല്ലാതെ പറ്റത്ത് പറയാം. ഒത്തിരി സ്തോത്രം വരത്തില്ലെന്ന് എനിക്കറിയാം. എന്റെ മുൻപിലിരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന എന്റെ മുൻപിലെ സഹോദരിമാരുടെ പറയട്ടെ, സ്വന്തം ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങളുടെ ആകാര വടിവ് പുറത്ത് പ്രദർശിപ്പിക്കത്തക്ക വിധം വേഷം ധരിക്കുന്ന ഒരു ക്രിസ്തീയ വനിത കർത്തൃമേശയിൽ കൈനീട്ടാൻ യോഗ്യതയുള്ളവളല്ല എന്ന് ദൈവത്തിന്റെ വചനത്തിന്റെ വെളിച്ചത്തിൽ ശ്രദ്ധിക്കുക. കർത്താവിന്റെ മടങ്ങിവരവിന് മുൻപ് നടക്കാൻ പോകുന്ന എന്താണെന്ന് തിരുവെഴുത്ത് പറയുന്നു. മുൻപേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. വ്യാപകമായ വിശ്വാസത്യാഗം. നോഹയുടെ കാലം ഇനി അടുത്തു കഴിഞ്ഞു. സ്ത്രീ സൗന്ദര്യം കച്ചവട ചരക്കാക്കുന്ന കാലം, മനുഷ്യൻ ടെക്നോളജിക്കലായി ഉയരുന്ന കാലം, ദൈവഭയം നഷ്ടപ്പെട്ട കാലം, തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ എണ്ണം ചുരുങ്ങുന്ന കാലം, എല്ലാവരും പാപത്തിന്റെ ഒഴുക്കിലൊത്ത് നീങ്ങുമ്പോൾ പ്രമാണത്തിന് വേണ്ടി നിൽക്കാൻ ആളില്ലാത്ത കാലം. ഈ തലമുറയിൽ ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കുമെന്ന് പറയാൻ സമർപ്പിക്കുന്നവരുടെ കാര്യങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാണ്. ഈ കോൺഫറൻസ് കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ കരങ്ങളുടെ മേൽ തേജസ്സിന്റെ കരം വ്യാപരിക്കട്ടെ. പരിശുദ്ധ കർത്താവിൽ ഈ കരങ്ങളെ തേജസ്സിന്റെ കരങ്ങൾ കൈമാറുന്നു. അവിടുത്തെ ദ്രവത്വമില്ലാത്ത കരം ഈ കരങ്ങളിൽ ഇറങ്ങിപ്പിടിക്കണം. ഈ തലമുറയുടെ ഒഴുക്കിനെതിരെ നിൽക്കുവാൻ ഒരു പ്രത്യേക അഭിഷേകം ഇവരുടെ മേൽ പകരണമേ. യേശുവിൻ നാമത്തിൽ തന്നെ എല്ലാവർക്കും ദൈവസന്നിധിക്കാം. ശുശ്രൂഷയ്ക്കായ അവസരം ഒരിക്കൽ പ്രിയപ്പെട്ടവർക്ക് ഒരിക്കൽ കൂടെ നന്ദി പ്രകാശിപ്പിച്ച് വിരമിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.